നമസ്കാരം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ചെട്ടിനാടിലേക്ക് ആരംഭിക്കുകയാണ്. നമ്മൾ മറ്റേ കടമറ്റത്തു നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ന് യാത്രയിൽ ഒരു ഏലിയാസ് ചേട്ടൻ കൂടെയുണ്ട്, പിന്നെ നമ്മുടെ സായി ചേട്ടൻ, സാവി ചേട്ടൻ, അതുപോലെ തന്നെ ആദം സജി, നമ്മുടെ പ്രശസ്ത ക്യാമറാമാന്മാർ രണ്ടുപേര്, ബേസിൽ, ജോയി. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. പിന്നെ നമ്മുടെ പടക്കുതിര ഫോർച്യൂണറിനാണ് യാത്ര പോകുന്നത്. അപ്പോൾ തുടരുന്നു വഴിയോര കാഴ്ചകളും നമ്മൾ അതുപോലെ തന്നെ ചെട്ടിനാടിന്റെ കാഴ്ചകളുമായി നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഓക്കെ. വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിൽ കയറി കൂടിയ യാത്രകളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ച സ്ഥലമാണ് ചെട്ടിനാട്. ഇടക്കാലത്ത് ആ സ്ഥലത്തെപ്പറ്റി തന്നെ മറന്നുപോയെങ്കിലും ധനുഷ്കോടി യാത്രയ്ക്ക് ശേഷം വീണ്ടും തമിഴ്നാട് യാത്രയ്ക്ക് കൊതിമൂത്തപ്പോൾ മറവിയുടെ മണിമാളിക പൊളിച്ച് ചെട്ടിനാട് പുറത്തിയാടി. തമിഴ്നാട്ടിലെ മാപ്പ് നോക്കിയപ്പോൾ മധുരയ്ക്കപ്പുറത്തായി കൊച്ചിക്ക് സമാന്തരമായി കിടക്കുകയാണ് ചെട്ടിനാട് എന്ന് കണ്ടു. കുറച്ചു മാസമായി കമ്പം തേനി വഴി യാത്ര ചെയ്തിട്ട് എന്നതിനാൽ ചെട്ടിനാടിലേക്കുള്ള ഈ യാത്ര ആ വഴിയെ തന്നെ ആകട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഈ റൂട്ടിൽ ബോഡിമെട്ട് വരെ ഏതാണ്ട് തേയിലത്തോട്ടങ്ങളും ഏലക്കാടുകളും തുടങ്ങി വനക്കാഴ്ചകൾ മാത്രമാണെങ്കിലും വളവും തിരിവുമുള്ള യാത്ര. യാത്രാംഗങ്ങളിൽ പലരും തന്നെ ക്ഷീണിച്ചു തുടങ്ങി. വാഹനം ഒരു സൈഡിൽ നിർത്തി അല്പനേരം ഒന്ന് വിശ്രമിച്ചിട്ട് യാത്ര വീണ്ടും തുടർന്നു. ചെറിയ ചാറ്റൽ മഴ പെയ്തു തുടങ്ങി. ഒരു കട്ടനടിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര എന്ന് കരുതി ഞങ്ങൾ ഒരു സാധാ നാടൻ കടയിൽ കയറി ചെറുകടികളും ചായയും ആസ്വദിച്ച് വീണ്ടും യാത്ര തുടർന്നു. സഹ്യാദ്രി നിരകൾ കടന്ന് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനിയും ഏറെ ദൂരം യാത്ര ചെയ്യണം. സന്ധ്യയോടടുക്കുന്ന സമയമായതിനാൽ കന്നുകാലികളെ മേച്ചു കഴിഞ്ഞ് കന്നുകാലി കൂട്ടങ്ങളുമായി വീടുകളിലേക്ക് മടങ്ങുന്ന ഗോപരിപാലകരെ കാണാം. അതിനുശേഷം ചെട്ടിനാട് വരെ മലകളും അടിവാരങ്ങളും നീലാകാശങ്ങളും ഞങ്ങളെ അകമ്പടി സേവിച്ചു. നമ്മൾ ഇന്നലെ പുറപ്പെട്ടു, പക്ഷെ വളരെ വൈകി ഇവിടെ എത്തിയപ്പോൾ ഈ നമ്മുടെ ചെട്ടിനാടിന്റെ ഏറ്റവും പ്രത്യേകത ഇവിടുത്തെ പാലസുകളാണ്. ആ പാലസിൽ താമസിക്കുക എന്നുള്ള വ്യാമോഹമായി പോയി. അവിടെ ഇവിടെ എല്ലാം ഫില്ലാണ്. പൂജാ ഹോളിഡേയ്സ് ആയതുകൊണ്ട് എല്ലാം ഫില്ലായി പോയി. അതിന് സഹിച്ചേട്ടനൊക്കെ ദുഃഖിതനാണ്. എങ്കിലും നമ്മൾ ഇപ്പൊ നമ്മുടെ ചെട്ടിനാടിന്റെ അടുത്തുള്ള വേറൊരു സ്ഥലത്ത് അഭിരാമി റെസിഡൻസിയിൽ താമസിച്ചു. വളരെ നല്ല മാൻഷൻ, ചെട്ടിനാട് മാൻഷൻ, അതിനകത്ത് നമ്മൾ താമസിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ എല്ലാം ഫില്ലായി പോയി, റൂം കിട്ടിയില്ല. ഇത് ഈ ചെട്ടിനാട് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്ഥലവിഭാഗമല്ല. 96 ഗ്രാമങ്ങൾ ചേരുന്ന ശിവഗംഗ, പുതുക്കോട്ടൈ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിലിപ്പോ 74 ഗ്രാമങ്ങളെ ബാക്കിയായി ഇവിടെ ഉള്ളൂ. പക്ഷെ ഇത് ലോകപ്രശസ്തമാക്കിയത് ചെട്ടിനാടിലെ പാലസ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇനി പാലസിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒന്ന് പോവുക, പാലസിലെ കാഴ്ചകളൊക്കെ കാണുക. അപ്പൊ അങ്ങനെ സഹിച്ചേട്ടൻ അതിന് വേണ്ടി തയ്യാറെടുക്കല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ചെട്ടിനാടിന്റെ ഇന്ന് നമുക്ക് നമ്മുടെ കൂടെയുള്ള ഏലിയാസ് ചേട്ടൻ നമുക്ക് നമ്മുടെ വിശിഷ്ട അതിഥിയാണ്. ഏലിയാസ് ചേട്ടനാണ് ഇന്നത്തെ യാത്രയിൽ കൂടെയുള്ളത്. അപ്പൊ ഏലിയാസ് ചേട്ടൻ ചെട്ടിനാടിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഏലിയാസ് ചേട്ടനോടൊപ്പം ചെട്ടിനാട് ഗ്രാമങ്ങൾ മുഴുവൻ ഒന്ന് ചുറ്റിക്കാണാം. ഓക്കെ. ചെട്ടിനാട് മാൻഷൻസിൽ താമസിക്കുവാൻ സാധിച്ചില്ല എങ്കിലും അകഭാഗം കൊട്ടാര തുല്യമായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ തങ്ങിയത്. കോംപ്ലിമെന്ററി ആയി കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് വരാൻ അല്പം താമസിച്ചു എങ്കിലും സുഭിക്ഷമായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ചെട്ടിനാട് മുഴുവൻ കറങ്ങിക്കാണുവാനുള്ള തയ്യാറെടുപ്പുകളും എടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു. ചെട്ടിനാട് മുഴുവൻ ചുറ്റി കാണിച്ച് ചെട്ടിനാടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞങ്ങളോട് വിശദീകരിക്കാമെന്ന് ഏറ്റിരുന്ന ഗൈഡ് ചില സാങ്കേതിക കാരണങ്ങളാൽ അന്ന് ഞങ്ങളോടൊപ്പം വരുവാൻ സാധിച്ചില്ല. ഹോട്ടലിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമനുസരിച്ചും ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയും ഞങ്ങൾ ചെട്ടിനാട് ഹെറിറ്റേജ് ടൗൺഷിപ്പിലേക്ക് എത്തപ്പെട്ടു. ചെട്ടിനാടിനെ പറ്റി അറിയുവാൻ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ സ്ഥിര സാന്നിധ്യമായ അമ്പലത്തിന്റെ മുന്നിലേക്കാണ് ഞങ്ങൾ ചെന്നെത്തിയത്. പരമ്പരാഗതമായ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന അമ്പലവും അമ്പലക്കുളവും ആൽത്തറയും. ആൽത്തറയിൽ ഇരുന്ന ഞങ്ങളെ കണ്ടപ്പോൾ അതുവഴി യാത്ര ചെയ്തിരുന്ന ഒരു നാട്ടുകാരൻ ഞങ്ങളുടെ അരികിലെത്തി.
തമിഴിൽ അത്ര പാണ്ഡിത്യമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെയുള്ള മാൻഷനിൽ കയറണമെങ്കിൽ ഒരാൾക്ക് 50 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ അദ്ദേഹം കാണിച്ചു തരാം എന്ന് ഏറ്റ മാൻഷനിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു. നമ്മൾ ചെട്ടിനാടുള്ള ഹെറിറ്റേജ് ഹൗസ് കാണാൻ പോവാണ്. അപ്പോൾ അതിനകത്തേക്ക് കയറുകയാണ്. ഇതാണ് ഹെറിറ്റേജ് ഹൗസ്. ഇതിനകത്തേക്ക് നമ്മൾക്ക് ചെരുപ്പിട്ട് കയറാനായിട്ട് നമുക്ക് അലൗഡ് അല്ല. നമ്മൾ ചെരുപ്പിടാണ്ട് തന്നെ കയറണം. എല്ലാവരും ചെരുപ്പിട്ട് ഇടാണ്ട് തന്നെ ചെരുപ്പ് ഊരിയിട്ടിട്ട് കയറണം. ഏറെ പ്രതീക്ഷയോടെ ക്യാമറയുമായി അകത്ത് കയറിയപ്പോഴാണ് അറിയുന്നത് ഇവിടെ വീഡിയോഗ്രാഫി അനുവദിക്കില്ല. നിരാശയോടെ പുറത്തിറങ്ങിയെങ്കിലും ഇവിടെ വീഡിയോഗ്രാഫി അനുവദിക്കുന്ന ഇതിലും ഭംഗിയായ മാൻഷൻസ് ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയുവാൻ കഴിഞ്ഞു. ഒരബദ്ധം ഏതായാലും പറ്റി. ഇനി ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഫോട്ടോഗ്രാഫിയെ പറ്റി ചോദിക്കണം. ഏറെ പ്രതീക്ഷയോടെ താമസിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഹോട്ടലിന്റെ മുന്നിൽ ഞങ്ങളെത്തി. ആഡംബരത്തിന്റെ, പൗരാണിക പ്രതാപത്തിന്റെ, ഇന്നും മങ്ങലേൽക്കാതെ കാത്തു സൂക്ഷിക്കുന്ന കൊട്ടാര സദൃശ്യമായ, അല്ല ശരിക്കും കൊട്ടാരം തന്നെ. ഹോട്ടലിനോട് ചേർന്ന് തന്നെയുള്ള മറ്റൊരു മാൻഷൻ ഞങ്ങൾ കണ്ടു. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും എല്ലാം അനുവദിക്കുന്ന, സഞ്ചാരികളോട് സ്നേഹപൂർവ്വം പെരുമാറുന്ന ആൾക്കാർ നടത്തുന്ന മാൻഷൻ. ഇതാണ് ചെട്ടിനാടിലെ മാൻഷൻ ഹൗസ് എന്ന് പറയുന്നത്. പഴയ കൊട്ടാരങ്ങളിൽ ഇപ്പോൾ താമസിക്കാത്ത, ഇപ്പോൾ ആള് താമസം ഇല്ലാത്തത് നമ്മളെ കാണിക്കുന്ന കൊട്ടാരങ്ങൾ. അതുപോലെ ഇവിടെ ആൾതാമസമുള്ള വേറെ കൊട്ടാരങ്ങളുണ്ട്, കാണിക്കുന്നില്ല. അത് കാണിക്കുന്നില്ല. ഇതൊരു CRM ഹൗസ് എന്നാണ് ഇതിന്റെ പേര്. നമ്മളത് 50 രൂപ എൻട്രി പാസ് കൊടുക്കണം ഒരാൾക്ക്. അതുപോലെ ഇതിലെ തൂണുകള് ഇറ്റാലിയൻ, അന്നത്തെ കാലത്ത് ഇറ്റാലിയൻ മാർബിൾസ് കൊണ്ട് നിർമ്മിച്ചതാണ്. പിന്നെ ക്രെയിനോ മറ്റൊന്നുമില്ല, മാൻ പവർ കൊണ്ട് മാത്രം, മറ്റു മിഷണറീസ് ഇല്ലാതെ നിർമ്മിച്ച കൊട്ടാരങ്ങളാണ്. പിന്നെ ഇതിനകത്ത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കയറി വരുന്നിടം നമ്മുടെ സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെ ഡൈനിങ്, പിന്നെ ഹോള്, പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ കിച്ചൺ, അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. അപ്പൊ എന്തായാലും ഇതിനെ ചാർട്ട് ബൈ ചാർട്ടായിട്ട് ഇത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് അറിയാം, ഒന്ന് കാണാം. അപ്പൊ ടൈലുകള് പാത്തുംകുടി ടൈൽസ് ആണ് ഉള്ളിലൊക്കെ ഇട്ടേക്കുന്നത്. നമുക്ക് അതും കാണാം. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത് മൊത്തം ഒന്ന് ചുറ്റി കണ്ടതിന് ശേഷം ബാക്കി വിശദ വിവരങ്ങളുമായിട്ട് വരാം. ഓക്കെ. இல்லம் இல்லம் எவ்வளவு ஆள் இருக்குங்க? இங்க நாங்க 10 பேர் இருக்கோம். 10 பேர் இருக்கோம். பிள்ளைங்க எல்லாம் வேலைக்கு போயிடுச்சு. வேலைக்கு போயிடுச்சு. என்ன வேலை? புதுக்கோட்டையில ஒரு கம்பெனில இருக்கு. மருமக லோட்டஸ்ல இருக்கு. எப்படி இருக்கு இங்க தாமசம்? சௌகியம் இருக்கா? உங்களோட பேர் என்ன? என்னோட பேர் விசாலம். விசாலம். உங்களோட பேரு? மீனா. இது என்ன பிரேக்ஃபாஸ்ட்? இப்பதான் சாப்பிட்டோம். நீங்க எல்லாம் சாப்பிட்டாச்சு. இது தோசை, இட்லி சாப்பிட்டோம். ഞങ്ങൾ ഇഡ്ഡലി സാപ്പിട്ടു. ഇഡ്ഡലി സാപ്പിട്ടാச்சு. அங்க ஹோட்டல்ல எர்ணாகுளத்துல ஒர்க் பண்றேன். கொச்சி சோட்டானிக்கிற கோவில் தெரியுமா? சோட்டானிக்கிற பகவதி, அதற்கு பக்கத்து தானே. ஐயப்பன் கோயில் போறாங்க. ஐயப்பன் போகுது. எந்த பிள்ளையெல்லாம் போகும். அவட வரது வரதா இருக்கும்னா ஐயப்பன் கோவில். இது எவ்வளவு பாலஸ் இருக்கு இங்க? எத்தனை வீடு இருக்கு? எத்தனை வீடுங்க? பின்னாடி வந்து ராஜா பேலஸ்க்கு பின்னாடி ஒரு வீடு காமிக்கிறாங்க. வீடு காமிக்கிறாங்க. ராஜா பேலஸ் காமிக்கலாம். அது உள்ள ஆள் இருக்கு. ஏதோ பிரச்சனை அங்க வாரிசாருக்குள்ள பிரச்சனை. எவ்வளவு குழந்தை இருக்கு உங்களுக்கு? எனக்கு ஒரே பையன். அவனுக்கு கல்யாணம் பண்ணி 2 பையன். அந்த பையன் முன்னாடிதான் டிக்கெட் போடுறாங்கல்ல. டெய்லி ஆள் வருவாங்க. இப்ப கொஞ்சம் லீவுக்காக வர்றாங்க. கொஞ்சம்
കുറച്ചുதான் வருது അത് കുറച്ച് ലീവ് താന്ന ദിവസങ്ങളില് வருது. വെറുതെ மாடி பார்த்தீங்கன்னா இந்த வீட்டுடைய அமைப்பே தெரியும். இந்த வீட்டு அமைப்பே தெரியும். அண்ணன் தம்பி வீடு. അണ്ണൻ തമ്പി വീട് இது அண்ணா வீடு பக்கத்துல இருக்கு தம்பி வீடு. തമ്പി വീട് இன்னொரு வீடு பக்கத்துல இருக்கு பாருங்க. ஊஞ்சல் இருக்கு பாருங்க. ആ ரெண்டு வீடு. രണ്ട് വീട് இருக்கு இது ஒரு வீடு அது ஒரு வீடு. கருட மண்டபம், பெல்ஜியம் கண்ணாடி, கிரானைட் கல்தூணு, நிலையெல்லாம் பாருங்க. எல்லாம் ரோஸ் பர்மா தேக்கு. பர்மா தேக்கு. ബർമാ ടൈ ബർമ തേക്ക് ബർമാ ടൈ തേക്ക് തേക്ക് இங்க இடத்துல என்ன எல்லாம் பாக்குறாங்கன்னு சொல்லிட்டு கைக்கிளி தானே கொட்டையெல்லாம் போட்டு முகூர்த்த கால் பண்ணி எங்களுக்கெல்லாம் கல்யாணம் விட தானே ஆனது. இதுல கல்யாணம் அதான் இந்த முத்தம் அங்க வச்சிருக்காங்க. இந்த அறையில திறந்து விட்டு உள்ள விளக்கேத்தி ஐயர் வந்து இங்க கல்யாணம் பண்ணிருக்காங்க. இங்க வந்து லேடிஸ் இருக்கும். லேடிஸ் இருப்பாங்க. ஷீட்டு அந்த ஜம்காலம் விரிச்சு லேடிஸ் இருக்கும். முன்னாடியே ஜென்ஸ் இருப்பாங்க. வாங்க. எவ்வளவு வருஷம் ஆகி கல்யாணம் பண்ணியாச்சு? எனக்கு 17ல கல்யாணம். 70 வயசாகி 60 வருஷம் ஆகி. இந்த ரூமுக்கு எந்த இருக்கு? அதான் ஆளுக்கு ஒரு ரூம் இந்த படத்துல காட்டணும். இவருக்கு 16 பிள்ளைங்களானா. இவருக்கு 16 பிள்ளைங்க. 16 பிள்ளைங்கள. ஒரே பிரசவத்துல 3 பிள்ளைங்க. வயல்ல அதாவது நிலத்துல வந்து தங்க கருதே இவருக்கு விளைஞ்சது. 3 கருது தங்கம் விளைஞ்சிரு. பூமியில அப்படியே கோயிலுக்கு கொடுத்துட்டாரு. அப்படியே கோயிலுக்கு கொடுத்தாரு. புண்ணியவானுக்கு பூமி பொன் கொடுக்கும்னு சொல்லுவாங்க. அது மாதிரி இவருக்கு 3 கருது தங்க விளைஞ்சிரு. 3 தங்க கதிர்கள் விளைஞ்சு. தங்கம் விளைஞ்சிருந்தது. அப்படியே அந்த கோயில் கருவூலத்துக்கு கொடுத்துட்டாரு. அப்படியே பட்டயத்துல இருக்குது. அவ்வளவு ஒரு செல்வாக்கா இருந்திருக்காரு. இவருக்கு வந்து பர்மா, செய்கோன், தாய்லாந்து இதுகள்ல தான் வியாபாரம் நல்ல வியாபாரம் செழிச்சிருந்தது. அங்கிருந்து பர்மா தேக்குகளை கொண்டு வந்து வீடு கட்டி இவருடைய தகப்பனார் வீடு கட்டி மகன்களுக்கு கொடுத்தார். இவருக்கு அவ்வளவு செல்வம் வந்தது. உங்களுக்கு எவ்வளவு வருஷம் ஆகி? எவ்வளவு வருஷத்துக்கு முன்னாடி? நான் வரும்போதே இவரெல்லாம் இல்ல இருந்து போச்சா? அதெல்லாம் நான் 150 வருஷத்துக்கு முன்னாடி. 150 வருஷத்துக்கு வீடு 150 வருஷத்துக்கு முன்னாடியே வந்ததா. என்னெல்லாம் கல்யாணம் கழிச்சு கூட்டிட்டு வந்த போது இந்த வீடு இருந்தது. உங்களோட வீடு எங்க? எந்த தாயார் வீடு பக்கத்துல தானே. அப்பதான் இந்த வீடை நான் பார்த்து கல்யாணம் பண்ணி புருஷனோட வரும்போதுதான் இந்த வீடை பார்த்தேன். அப்ப நிறைய ஆளுங்க இருந்தாங்க. இவருக்கு 4 மகனை நல்லா வெல்டுடு நல்லா படிச்சு, ஒருத்தர் இன்ஜினியர், டாக்டர், வக்கீல், அந்த மாதிரி நல்ல வசதி இல்லாங்க. இவரே நல்லா செல்வாக்கு சேர்த்து வச்சிருந்தாங்க. 4 மகன் 4 மாடி. 4 மகன் 4 மாடி. இவருக்கு 4 மகன். பொம்மக்கள் தான் ஜாஸ்தி. 8 மக்கள். ஒரே பையனுக்கு 2 பொண்ணு கட்டி கொடுத்து. ஒரு பையனுக்கு 2 பெண்ணு. ஒரு பெண்ணு கட்டி அது இறந்து போயிடும். குழந்தைய விட்டு இறந்து போயிடும். மறு பொண்ணை கட்டிடுவாரு. அப்படியே நிறைய இடத்துல இந்த மாதிரி கல்யாணம். 4 பையன், 4 மாடி, 4 அடுப்பாங்கற. பின்னாடி போய் பாத்தீங்கன்னா 4 அடுப்பாங்கற, 4 ஸ்டோர் ரூம். அப்படியே திட்டம் போட்டே கல்யாணம் பண்ணி கொடுத்துட்டாரு. கட்டியும் வச்சுட்டாரு. இவ்வளவு எவ்வளவு பெட்ரூம் இருக்குங்க? பெட்ரூம் இண்டிவிஜுவலா கிடையாது. 4 மாடியில அந்த பிள்ளைங்கள கல்யாணம்னா படுக்க வைப்பாங்க. அப்புறம் அதாவது கல்யாணம் பண்ணி வேலை பார்த்து போயிடுவோம். இங்க வந்து கல்யாணம்னா வருவோம், ஒரு விசேஷம்னா இவ்வளவு வரும். பொங்கல், தீபாவளி அப்படி இங்க வருமா? இப்ப வரும். எல்லாரும் வந்துருவோம். கல்யாணம்னா இவ்வளவு வந்துடும். இவ்வளவுதான் கழிக்கும். இங்கதான் பண்ணுவோம். இது மார்பல் கல். இது வந்து நாங்க விளக்கேத்தி வச்சு தெய்வமா இந்த இடத்த வச்சுக்கோம். இந்த கடவுள் மாதிரி. இந்த இடம் எங்களுக்கு ராசியான இடம். பொண்ணு மாப்பிள்ள வந்தா இவிட தானே வரணும். கல்யாணம் பண்ணி வந்தா இவிட தான் வரணும். இதுதான் ராசி இடம். ராசியான இடம் இந்த இடம். எப்படியே மாடிக்கு போகலாம். நாங்க ஒரு மாடி காமிச்சிருக்கோம். மேல போனீங்கன்னா லெப்ட்ல திரும்பினேன்னா மாடிப்படி மரப்படி வரும். அதுல ஏறினா இந்த வீட்டோட அமைப்பே பார்க்கலாம். இந்த மாரி வீடு இந்த ஏரியால இல்ல. மரத்திலே வீடு இந்த மாரி இல்ல.
வீடு இருக்கு, பெரிய பெரிய வீடு இருக்கு. இருக்கு. പക്ഷെ But ஆனா இந்த வீடு ரோஸ் வுட்ல வீடு റോസ് വുഡിൽ പണിത വീട് ഇല്ല. எல்லாமே ரோஸ் வுட். ഈ ചെട്ടിനാട് ഫുള്ള് ഇരിക്കില്ലേ? இது கருட மண்டபம். ഗരുഡ മണ്ഡപം. 258 இருக்கு டோட்டலி. 258. 258 மொத்தம் எல்லாமே ரோஸ் வுட் தான். பார்த்தீங்கன்னா நல்லா தெரியும் பாருங்க, அந்த கண்ணு இதெல்லாம் தெரியும். 40 அடி உயரம், 40 அடி உயரம், 140 அடி அகலம். அங்கேருந்து அங்கே வரைக்கும் 140 அடி. பெல்ஜியம் கண்ணாடி, கிரானைட் கல்தூள். இந்த நிலையை பாருங்க, மேலே இருக்கிறது பஞ்சலோகம். பஞ்சலோகம், பஞ்சலோகம்னா என்னென்ன தெரியுமா? സ്വർണ്ണ, அதான் பஞ்சலோகம். இது வந்து நடராஜர், நடராஜ நடராஜ சிற்பம் கிட்டத்துல போய் பாருங்க. நடராஜ சிற்பம். அடுத்து தேருக்குள்ள சாமி இருக்கு, யானை தாங்கி இருக்கு. கீழே பாருங்க சிம்மம், ரெட்டை வால் இருக்கு, தலை ஒண்ணுதான் இருக்கு பாருங்க. அது யாரு? சிம்மம், சிம்மம். யாழி வாகனம். படி வந்து யாழி வச்சு கட்டியிருக்காங்க. வாஸ்து பிரகாரம் வீடு கட்டியிருக்காங்க. வாஸ்து பிரகாரம், அங்கே இருந்து வாஸ்து பிரகாரம் வீடு கட்டியிருக்காங்க. இது எங்க கிழக்கா? இல்ல மேற்கு, அது கிழக்கு. அது கிழக்கு. அதனாலதான் காத்து வருது, வெயில் தெரியாம இருக்கு. கிழக்கு அந்த திசை, இது மேற்கு. மேற்கு பார்த்த வீடு. கிழக்கு கிச்சன் இருக்கு. கிச்சன் அது கிழக்கு. உங்களுக்கு எவ்வளவு கிளாஸ் வரை படிச்சாச்சு? எவ்வளவு ஸ்கூல் படிச்சாச்சு? நான் 11 படிச்சேன். 11 படிச்சேன். அப்பயே கல்யாணம் கழிச்சு. 11 படிக்கும்போது கல்யாணம் ഇവിടെ വന്നു. ஒரு குழந்தை, ஒரே பையன். ஒரே பையன். இவருக்கு 16, எங்களுக்கெல்லாம் ஒண்ணுதான். வளர்க்க முடியாதுன்னு போகுதுன்னு வச்சுட்டோம். அதுகளுக்கு நல்லது இவ்வளவு செய்தாலே போதும். இவரோக யாரு? இவங்களா? இவங்க வந்து எங்க சின்ன மாமியாரை பார்த்துக்க வந்த அம்மா. பணி செய்யும். இது வந்து என் ஹஸ்பண்டுடைய சித்தப்பா மகா, சின்ன அச்சா மகா. இது பேரன், என் பேரன், மகனுடைய பிள்ளை. 2 பையன். பெரிய பையன் MA படிக்கிறான், சின்ன பையன். எப்படி இருக்கு இங்க? சூப்பரா இருக்கா? நல்லா இருக்கா இங்க? நல்லா இருக்கு, ஒரு இது இல்லை, எந்த கஷ்டமும் இல்லை. நல்லா சாப்பிட்டுட்டு நல்லா சௌரியமா இருக்கும், ஒரு கஷ்டமும் இல்லை. அப்ப இனி பார்க்கலாம். நன்றி. ചെട്ടിനാട് മാൻഷൻസ് തമിഴ്നാട്ടിലെ സമ്പന്നമായ നാട്ടുകൊട്ടൈ ചെട്ടിയാർ കുടുംബങ്ങളുടെ 18ാം നൂറ്റാണ്ടിലെ തനതായ വലിയ വീടുകളാണ് ഇവ. പോർച്ചുഗീസ്, യൂറോപ്യൻ വാസ്തുവിദ്യയുടെ സ്വാധീനം, ബർമീസ് തേക്ക്, ഇറ്റാലിയൻ മാർബിൾ, ബെൽജിയൻ ഗ്ലാസ്, ഗ്രാനൈറ്റ് തൂണുകൾ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ്. പലതും മ്യൂസിയങ്ങളായും ഹോട്ടലുകളായും മാറിയിരിക്കുന്നു. ഇവ ആ പൈതൃകത്തിൻ്റെ ഗാംഭീര്യവും സമ്പത്തും എടുത്തു കാണിക്കുന്നു. ഇതിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ആഡംബരപൂർണമായ അലങ്കാരങ്ങൾ. ബർമയിൽ നിന്ന് കൊണ്ടുവന്ന തേക്ക്, മരത്തടികൾ, ഇറ്റാലിയൻ മാർബിൾ തറകൾ, ബെൽജിയൻ ഗ്ലാസ്, വലിയ വലിയ കിളിവാതിലുകൾ, അതായത് 1000 വിൻഡോസ് മാൻഷൻ പോലുള്ളവ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഇതിൻ്റെ ആന്തരിക രൂപകൽപ്പന വിശാലമായ നടുമുറ്റങ്ങളുണ്ട്. വീടിൻ്റെ കേന്ദ്രമാണ്. ഇവ പൂജകൾക്കും ചടങ്ങുകൾക്കും ഉപയോഗിക്കുന്നു. പുരുഷന്മാർ കച്ചവടം ചെയ്തിരുന്ന തിന്നൈ എന്നറിയപ്പെടുന്ന ഭാഗങ്ങളും ഇവിടെയുണ്ട്. ഇതിൻ്റെ വാസ്തുവിദ്യയെപ്പറ്റി പറയുമ്പോൾ തമിഴ്, യൂറോപ്യൻ ശൈലികളുടെ മിശ്രിതമാണ്. ഗ്രാനൈറ്റ് തൂണുകൾ, മരപ്പണികൾ, മുട്ടവെള്ള ഉപയോഗിച്ചുള്ള പൂച്ചൂടൽ ഏറെ പ്രത്യേകത നിറഞ്ഞത് ഇവിടെ കാണുക സാധാരണമാണ്. ഇതിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ അത് പരിതാപകരമായി തോന്നാം. കാരണം വ്യാപാരം കുറഞ്ഞത് കാരണം പല വീടുകളും പരിപാലിക്കാൻ കഴിയാതെ വന്നു. എന്നാൽ പലതും നവീകരിച്ച് ഹോട്ടലുകളായും റിസോർട്ടുകളായും മാറിയിട്ടുണ്ട്. കൂടാതെ അത്താങ്കുടി ടൈൽസ് വർക്ക്ഷോപ്പുകളും പ്രശസ്തമാണ്. ചെട്ടിനാട് മാൻഷൻസ് തമിഴ്നാട്ടിലെ ഒരു അതുല്യ വാസ്തുവിദ്യയും സാംസ്കാരിക പൈതൃകവുമാണ്. ഇത് ലോകത്തെമ്പാടുമുള്ള സഞ്ചാരികളെ ഇന്നും ആകർഷിക്കുന്നു. കാനാടുകാത്തൻ വീഥികളിലാണ് സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ള CVR, VVR എന്നീ ചെട്ടിയാർ ഭവനങ്ങൾ. ഒരാൾക്ക് 50 രൂപയാണ് അവർ ഇതിന് ഈടാക്കുന്നത്. ഗംഭീര നിർമ്മിതികൾ ധാരാളം അവകാശികളുമുണ്ട്. ഇതുകൊണ്ട് തന്നെ ചെട്ടിയാർ ഭവനങ്ങളിൽ പലരും ആർക്കും നോക്കി നടത്താനാകാത്ത ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. നാശോന്മുഖമായ ഇത്തരം പഴയ പല കെട്ടിടങ്ങളും വഴിനീള കാണാം.
കരളലിയിപ്പിക്കുന്ന കാഴ്ചയാണിത്. പുരാവസ്തു വകുപ്പ് ഈ ചെട്ടിയാർ ഭവനങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നറിഞ്ഞതിലാണ് ആശ്വാസം. കൊട്ടാര സദൃശ്യമായ ഇത്രയധികം വീടുകൾ ഒരേയിടത്ത് സ്ഥിതി ചെയ്യുന്നത് ലോകത്ത് തന്നെ മറ്റൊരിടത്തും ഇല്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ചെട്ടിനാട് കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. ചെട്ടിനാട് കൈത്തറി വിശേഷങ്ങൾ, ആത്തൻകുടി ടൈൽ നിർമ്മാണ വിശേഷങ്ങളും, കൃഷി വിശേഷങ്ങളും, നാട്ടുവിശേഷങ്ങളും, ഭക്ഷണവിശേഷങ്ങളുമായി അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ വേൾഡ് ചാരിറ്റി മിഷൻ നയിക്കുന്ന ഭാരതയാത്രയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.